വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ എങ്ങനെയാണ് രണ്ട് സെല്ലുകൾ തമ്മിൽ എക്സലിൽ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനെ നമുക്ക് എ ബി എന്ന കോളത്തിൽ നമുക്ക് കുറച്ച് നമ്പർ ഇടാം. എന്നിട്ട് ആ നമ്പർ നമുക്ക് A+B എന്ന കോളത്തിൽ നമുക്ക് ആഡ് ചെയ്യാം. അതായത് എ എന്ന കോളത്തിൽ കുറച്ച് നമ്പറുകളും ബി എന്ന കോളത്തിൽ കുറച്ച് നമ്പർ, സി എന്ന കോളത്തിൽ കോളം എ പ്ലസ് കോളം ബി, ആ സെല്ലിൽ വരുന്ന നമ്പറുകളുടെ സമ്മായിരിക്കും സിയിൽ വരാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എയ്ക്ക് നമ്മൾ 10 എന്നൊരു വാല്യൂ കൊടുത്തു, ബിക്ക് നമ്മൾ 12 എന്നൊരു വാല്യൂ കൊടുത്തു. സി വരുന്ന കോളത്തിൽ കോളം എ പ്ലസ് കോളം ബി, അതായത് A3 സെല്ല് പ്ലസ് B3 സെല്ല് കിട്ടുന്നതിനായിട്ട് സി എന്ന കോളത്തിൽ ഈക്വൽ ടു സിമ്പിൾ അടിച്ച ശേഷം A3 ക്ലിക്ക് ചെയ്തിട്ട് സെൽ നമ്പർ B3 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് സി എന്ന കോളത്തിൽ 3 എന്ന നമ്പറിൽ സം കിട്ടും. ഇപ്പോൾ നമുക്ക് 22 കിട്ടി. ഇപ്പോൾ നമ്മൾ സെയിം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി എ എന്ന കോളത്തിൽ ഡിഫറൻറ്റ് സെല്ലിൽ പല വാല്യൂ കൊടുത്തു. A4-ൽ 5, A5-ൽ 6 നമ്പേഴ്സൊക്കെ ആഡ് ചെയ്തു. അതുപോലെ ബി എന്ന് പറയുന്ന സെല്ലിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആഡ് ചെയ്തു. A10 നമുക്കൊരു വലിയ നമ്പർ ആഡ് ചെയ്യാം. B10-ൽ നമുക്ക് വലിയ നമ്പർ ആഡ് ചെയ്യാം. സെയിം നമ്മൾ C4 എന്ന കോളത്തിൽ ഈക്വൽ ടു അടിക്കുന്നു. A4 എന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം പ്ലസ് സിമ്പിൾ അടിച്ച ശേഷം B5 ആഡ് ചെയ്യുക, എൻ്റർ ചെയ്യുക. സെയിം റിപ്പീറ്റ് അടിക്കാൻ വേണ്ടി C5-ൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 6 + 9 ആണ്. അപ്പോൾ ഈക്വൽ ടു അടിച്ചു. A5 എന്ന സെല്ല് പ്ലസ് ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് സിമ്പിൾ അടിച്ച ശേഷം B5 ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു അടിക്കുക. അപ്പോൾ ആൻസർ കിട്ടുന്നതായിരിക്കും. സെയിം C6-ൽ പറയുന്നത് 8 + 8 ആണ്. അപ്പോൾ നമ്മൾ സം കിട്ടാൻ വേണ്ടി ഈക്വൽ ടു അടിക്കുക. ശേഷം നമുക്ക് സം എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ബ്രാക്കറ്റിനകത്ത് A6 എന്ന സെല്ല് ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്ത് B6 വരെ ഡ്രാഗ് ചെയ്യുക. അതായത് സെലക്ട് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത്. A6 to B6 സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക്. ശേഷം ക്ലോസ് ചെയ്ത ശേഷം എൻ്റർ അടിക്കുക. ഇത് നമുക്ക് വേറൊരു മെത്തേഡ് കിട്ടുന്നതാണ്. സെയിം തന്നെ ഈക്വൽ ടു അടിക്കുക, സം എന്ന് ടൈപ്പ് ചെയ്യുക, SUM ബ്രാക്കറ്റ് ഇടുക, ദെൻ സെലക്ട് ചെയ്യുക. A7 to B7 സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സം കിട്ടുന്നതായിരിക്കും. ഈക്വൽ ടു അടിച്ചു ശേഷം A8 നമ്മൾ പഴയ മോഡലിൽ B8 ഈക്വൽ ടു അടിച്ചിട്ടു. അടുത്ത നമുക്ക് B9 ഈക്വൽ ടു അടിച്ചു. A9 പ്ലസ് B9 ക്ലിക്ക് അടിച്ചു, സം കിട്ടി. റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്കിത് റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശേഷം നമുക്ക് A10 എന്ന സെല്ലും B10 എന്ന സെല്ലും തമ്മിലുള്ള C9-ലെ സെയിം റിപ്പീറ്റ് ചെയ്യാൻ C9 ക്ലിക്ക് ചെയ്യുക. ശേഷം റൈറ്റ് ബോട്ടം കോർണറിൽ C10 എന്ന നമ്പർ ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഫോളോ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്ത് താഴോട്ട് റിപ്പീറ്റ് ചെയ്യുന്ന റൈറ്റ് സൈഡിൽ C10 സെയിം കോർണർ റിപ്പീറ്റ് ചെയ്യും. ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്യുക താഴോട്ട് B10. അപ്പോൾ കിട്ടുന്നതായിരിക്കും. B10-ൽ സെയിം വാല്യൂ റിപ്പീറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിവിടെ ടോട്ടൽ കാണാം. A+Bയുടെ ടോട്ടൽ, അതായത് C3 to C10 വരെയുള്ള എല്ലാ സെല്ലുകളുടെയും സമേഷൻ കാണണം. നമുക്ക് ടൈപ്പ് ചെയ്യാൻ ടോട്ടൽ A+B. ഡയറി ക്ലോസ് ചെയ്തു. സോറി, സ്പെല്ലിംഗ് തെറ്റി. നമുക്കപ്പോൾ ടൈപ്പ് ചെയ്യാം സം ഓഫ് A+B എന്ന് ടൈപ്പ് ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി C11 സെല്ലിൽ ഈക്വൽ ടു അടിച്ച ശേഷം നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. C3 പ്ലസ് C4 പ്ലസ് C5 പ്ലസ് C6 പ്ലസ് അപ് ടു C10. അപ്പോൾ ഓരോ സെല്ലും നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. എണ്ണം കൂടുന്നതനുസരിച്ച് അത് ഭയങ്കര പാടായതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 351.3 കിട്ടി. ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏതൊക്കെ സെല്ലാണ് സെലക്ട് ചെയ്യുന്നത് മനസ്സിലാവും. നമുക്കപ്പോൾ വേറൊരു മെത്തേഡ് വെച്ച് ചെയ്യാം. സം മെത്തേഡ് വെച്ചിട്ട്
ഫോർമുല വെച്ചിട്ട്. അപ്പോൾ നമ്മൾ C11 ക്ലിക്ക് ചെയ്യുക, ഈക്വൽ ടു അടിക്കുക, ശേഷം സം എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് C3 to C10 സെല്ലുകൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് മുമ്പത്തെ സെയിം ആൻസർ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, 351.3. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അഡീഷന് വേണ്ടിയുള്ള മെത്തേഡ്സ്. ഓക്കെ, താങ്ക് യു.